ന്യൂ ഇയർ ഒക്കെ അല്ലേ, അപ്പോൾ നമ്മൾ ഫാമിലിനെ കൂട്ടി പുറത്ത് പോകാൻ തീരുമാനിച്ചു. നമ്മൾ ബേബി കിടന്ന് ഉറങ്ങുന്ന, ബാക്കി എല്ലാവരും ബാക്കിലിരിക്കുന്നുണ്ട്. അങ്ങനെ ലുലു മോളിലെത്തി. എത്തിയപ്പോൾ അത്യാവശ്യം കുറച്ച് തിരക്കേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഒരു മീഡിയം ടൈപ്പ് തിരക്ക്, അധികം തിരക്കൊന്നുമില്ലായിരുന്നു. അവിടെ കുറേ കലാപരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കലായിരുന്നു. അതിൻ്റെ ഇടയിൽ കുറച്ച് നേരം ചേട്ടൻ പാടുന്ന പാട്ടൊക്കെ ആസ്വദിച്ചതിന് ശേഷം നമ്മൾ അമ്മമ്മയ്ക്ക് വീൽ ചെയർ എടുത്ത് ഗ്രൗണ്ട് ഫ്ലോറിൽ ചുറ്റിക്കറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഓരോ സെക്ഷനിൽ വട്ടം ചുറ്റി കറങ്ങിയതിന് ശേഷം ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് കാട്ടിലിട്ടു. നമ്മൾ നിബബിത നല്ലോണം കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. ഇന്ന് ഞാൻ പ്രാം എടുക്കാനേ മറന്നുപോയി. ഖത്തറിലാവുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ലുലു പോകാവുന്നുണ്ട്, അത്ര പുതുമില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഖത്തറിലെ മെമ്മറീസ് ഒക്കെ ഇങ്ങനെ ഫ്ലഡ് ചെയ്യില്ലായിരുന്നു. കുറച്ച് നേരം ചുറ്റിക്കറങ്ങിയതിന് ശേഷം നമ്മൾ ബേക്കറി സെക്ഷനിൽ എത്തി. ബേക്കറി സെക്ഷനിൽ എത്തിയപ്പോൾ ശരിക്കും അന്തം കുന്തല്ലാണ്ടോ എന്തൊക്കെയാ കാണുന്നതെന്ന്, വാങ്ങണോ വേണ്ടയോ എന്നുള്ള ഫുൾ കൺഫ്യൂഷൻ. അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെയോ ആ കൺഫ്യൂഷൻ മാറ്റിയിട്ട് ഇല്ല, ഷുഗർ ഐറ്റംസ് വാങ്ങില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറി. തൊട്ടപ്പുറത്തെ കൗണ്ടിൽ തന്നെ അറബിക് സ്വീറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് വാങ്ങണമെന്ന് കഴിക്കണമെന്നൊക്കെ നല്ല കൊതിയുണ്ട്, പക്ഷെ ഞാൻ വേണ്ടാന്ന് വെച്ചതായിരുന്നു. നമ്മൾ താഴെ കറങ്ങിയതിന് ശേഷം മുകളിലോട്ടേക്ക് പോയി ചായ കുടിക്കാനായിട്ട്. അപ്പോൾ നോക്കുമ്പോൾ താഴെ നല്ല ഡാൻസ് പെർഫോമൻസ് നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം പല തിരക്കൊക്കെ നല്ലോണം കൂടി വരുന്നുണ്ടായിരുന്നു. നല്ല രസമുള്ള വൈബായിരുന്നു കേട്ടോ. ഓരോ ബാക്ക് ടു ബാക്ക് പെർഫോമൻസസും ആൾക്കാരുടെ കൂവലും ഒച്ചയും വെളിയും ബഹളവും ഫുൾ ന്യൂ ഇയർ വൈബ് തന്നെ. കിട്ടിയ ഗ്യാപ്പിൽ കുറച്ച് പെർഫോമൻസ് ഒക്കെ ആസ്വദിച്ച് നമ്മളെല്ലാവരും കൂടി ചായ കുടിക്കലായിരുന്നു. എത്രയൊക്കെ ഒച്ചയും പടവും ബഹളത്തിൻ്റെ ഇടയിൽ ഇവിടെ ഒരുത്തി നല്ലോണം കിടന്നുറങ്ങുന്നതാണ്. ഇപ്പോൾ ഭൂമി കൊലിക്കാലെന്ത് ഭൂകമ്പം വന്നാലുണ്ട്, ഞാൻ വോയിസ് ഓവർ എടുക്കുമ്പോൾ മാത്രമേ എണീക്കുള്ളൂ, ഒച്ചപ്പാട് ബഹളമൊക്കെ ഉണ്ടാക്കുള്ളൂ. ചായ കുടിച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ വാങ്ങിയ സാധനം എല്ലാം ഡിക്കിയിൽ വെക്കാൻ പോയി. അപ്പോൾ തിരിച്ച് വരുന്ന സമയത്തുണ്ട് എൻ്റെ അമ്മോ ഭയങ്കര തിരക്ക്, ഒരു ജനസാഗരം എന്ന് വേണേ പറയാം. നടക്കേണ്ട ആവശ്യമേ ഇല്ല, നീന്തി വേണേ പോവാം, അമ്മൊരു തിരക്കായിരുന്നു. അങ്ങനെ തിക്കും തിരവൊക്കെ താണ്ടി ഗ്രൗണ്ട് ഫ്ലോറിൽ എത്തിയപ്പോണ്ട് ഇവിടെ ഫുൾ എൻജോയ്മെൻറ്റും വൈബും ഒച്ചയും ബഹളവും ഡിസ്കോ ഡാൻസ് എല്ലാം. ആ തിരക്കിൻ്റെ ഇടയിൽ എങ്ങനെയൊക്കെയോ ഫസ്റ്റ് ഫ്ലോറിൽ എത്തി. അവിടെയായിരുന്നു അച്ഛനും അമ്മയും നിവബേബിയൊക്കെ ഉള്ളത്. അപ്പോൾ ആദ്യം കയറിയപ്പോൾ തന്നെ ഞാൻ കിഡ്സ് സെക്ഷനിലാണ് ഡയറക്റ്റ് ഓടിയത്. നിവബേബിക്ക് എത്ര ഡ്രസ്സ് മേടിച്ചാലും എനിക്ക് മതിയാവില്ല. സത്യം കുഞ്ഞു കുഞ്ഞു ഉടുപ്പൊക്കെ കാണുമ്പോൾ എനിക്ക് പ്രാന്തം എല്ലാം കൂടി വലിച്ചു വരെ ഷോപ്പിംഗ് ചെയ്ത് പോകാൻ തോന്നും. ആ ഡ്രസ്സസൊക്കെ നോക്കുന്ന ഇടയിൽ ഇവിടെ ഒരാൾ എണീറ്റുണ്ട്. ചിന്തയിലാണ്, ഞാൻ കരയണോ വേണ്ടതെന്നില്ല, പക്ഷേ കരയുന്നതിന് മുമ്പ് തന്നെ ഞാൻ പാലൊക്കെ കൊടുത്ത് സെറ്റാക്കി. പിന്നെ തിരക്കൊക്കെ നല്ലോണം കൂടുന്ന കണ്ടപ്പോൾ നമ്മൾ മെല്ലെ സ്കൂട്ടായി അവിടുന്ന്. പിന്നെ ഡയറക്റ്റ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് TNTയിൽ കോഴിക്കോട് ഫേമസ് ആയ ഷവായ കഴിക്കാനാണ് നമ്മൾ പോയത്. എന്തോ ഭാഗ്യത്തിന് അവിടെ സീറ്റ് കിട്ടി. എപ്പോൾ നോക്കിയാലും അവിടെ ഫുള്ളായിരുന്നു, പക്ഷേ ഈ പ്രാവശ്യം ഭാഗ്യത്തിന് സീറ്റ് കിട്ടി. അങ്ങനെ കുറച്ച് വെയിറ്റിംഗ് ചെയ്തതിന് ശേഷം നമ്മൾ ഫുഡൊക്കെ റെഡിയാക്കി കിട്ടി. പിന്നെ ഞാനും അതിൻ്റെ കൂടെ ഒരു 10 കൊക്കോനട്ട് ജ്യൂസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിക്കുന്ന ഇടയിൽ ഞാൻ മൊബൈലിൽ ടൈം നോക്കിയപ്പോൾ 12 മണിയാവാം. ഏകദേശം ഒരു 5 മിനിറ്റ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ 12 മണി ആയപ്പോൾ തന്നെ ഇവിടെ എല്ലാവരും കൂക്കിയുള്ള ബഹളമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞ് പുറത്താണെങ്കിൽ നല്ല പടക്കം പൊട്ടിക്കുന്ന വൈബും എല്ലാ കൂക്കിയുള്ള ബഹളവും നല്ല അടിപൊളി വൈബും. അങ്ങനെ ഹാപ്പി ന്യൂ ഇയർ ആയി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എൻ്റെ യൂട്യൂബ് ഫാമിലിക്കും പിന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ, വെരി വെരി ഹാപ്പി ന്യൂ ഇയർ. ഈ കൊല്ലം നിങ്ങൾക്ക് സന്തോഷവും ഓപ്പർച്യൂണിറ്റീസും വെൽത്തും ഹെൽത്തും എല്ലാം അടിപൊളിയാവട്ടെ. എൻ്റെ ഒരു കുട്ടി ന്യൂ ഇയർ സെലിബ്രേഷൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ വിത്ത് ലോട്ട്സ് ഓഫ് ലവ് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ഹാപ്പി ന്യൂ ഇയർ.